350 കോടി ചെലവാക്കിയിട്ടാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത്. ടാങ്കി ഉണ്ടാക്കി ഞങ്ങൾ കണ്ടില്ല. KT ജലീൽ MLA കൊടുന്ന കുടിവെള്ളം അതാ ആ കാണാണ് ഈ വെള്ളം. വേറെ ഇവിടെ ഒന്നുമില്ല, വെള്ളം വേണം ഞങ്ങൾക്ക്. ഇവിടെ ആരൊക്കെ പറയുന്നുണ്ട് ഇവിടെ കുടിവെള്ളം വന്നിട്ടുണ്ട് ഇവിടെ തുള്ളി വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം ഇല്ല. ഇത് പുളിവെള്ളാണ്, ഇവിടെ മൊത്തം പുളിവെള്ളാണ്. ഈ കാണുന്നതാണ് നമ്മളെ തുപ്രങ്ങോട് പഞ്ചായത്തിലും മംഗലം പഞ്ചായത്തിലും പുറത്തൂര് പഞ്ചായത്തിലും KT ജലീൽ MLA കൊടുന്ന കുടിവെള്ളം. ഇത് വരും കുറെ കാലമായി. ടാങ്ക് നിർമ്മിക്കാനും വേണ്ടിയിട്ട് എടുത്ത സ്ഥലമാണ്. ഇപ്പൊ അവർ പ്രകടന പത്രികയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റും മറ്റും സ്ഥാപിച്ചു എന്ന്. ടാങ്ക് നിർമ്മിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ടാങ്കും ഇല്ല. ഇവിടെ എല്ലാവരും വന്ന് നോക്കാം, ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം. ഉപ്പുവെള്ളമാണ്, ഒരു നല്ല വെള്ളമില്ല. ഞങ്ങൾ വന്നേ മുതൽ ഉപ്പുവെള്ളം. ഇത് മഴ ചെയ്താൽ മഴവെള്ളം മുഴുവനും വന്ന് അറിയാം. അത് കഴിഞ്ഞാല് വേനൽക്കാലം വന്നാല് പുളിവെള്ളം അതേപോലെ കിട്ടണേ. റെഗുലേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. റെഗുലേറ്റർ ചോർച്ച അടച്ചാൽ മാത്രമേ അവിടെ കിണർ കുഴിച്ചതും പമ്പ് ഹൗസും പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് ഫലപ്രദമാവും. വെള്ളമുള്ള ആവശ്യം, വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? വേറെ ഇവിടെ ഒന്നുമില്ല, വെള്ളം വേണം ഞങ്ങൾക്ക്.